മണിയാശാൻ നമസ്കാരം. നമസ്കാരം. ഞാൻ എം വി നികേഷ് കുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ, പറഞ്ഞോ. ഇവിടെ സ്മൃതി പരുത്തിക്കാട്, സുജിയ പാർവതി, ഞങ്ങൾ 4 പേരും ഉണ്ട് മണിയാശാൻ ഇവിടെ. ആയിക്കോട്ടെ. ഈ ഭൂനിയമ ഭേദഗതി നിയമത്തിൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല ഗവർണർ. ഒപ്പിടാനുള്ള സാധ്യതയുണ്ടോ? പറഞ്ഞോ. അത് നിങ്ങൾ ഗവർണറോട് ചോദിക്കരുത്. അയാൾ പണ്ടേ ഒപ്പിടേണ്ടതാ. സാമാന്യ മര്യാദ ഇവിടുത്തെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ, വിശേഷിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നമാണ്. അത് ഗവർണർ ഒപ്പിടേണ്ടതാണ്. ഗവർണർ അയാൾക്ക് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോടും സാമാന്യ നീതിയോടും ഒന്നും ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഒപ്പിടാത്തത്. അതിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് പിടികിട്ടിയിട്ടില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ ഗവർണർ പണി ചെയ്യുന്ന അദ്ദേഹത്തിന് ഇതെങ്ങനെ മനസ്സിലാകാനാണ്? ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്കല്ലേ, രാഷ്ട്രീയ പ്രവർത്തകർക്കല്ലേ ഭൂമിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഭൂനിയമത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാകുകയുള്ളൂ. ഗവർണർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം വലിയ കൊട്ടാരത്തിലിരുന്ന് കേരളത്തിൻ്റെ ചെലവിൽ തോന്നുന്ന പോലെ കാര്യങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം അത് ഒപ്പിട്ട് തരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വീക്ഷണം. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് നിയമസഭയെ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്നത് ശുദ്ധ മര്യാദകേടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ സഭാ സമ്മേളനം തുടങ്ങാനിരിക്കുമ്പോൾ ഗവർണറുമായി വലിയ ഒരു പോരിലേക്ക് പോയൊരു സ്ഥിതി അത് എങ്ങനെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? അത് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ പറയാൻ പറ്റുമോ? സഭാ സമ്മേളനം വരുമ്പോൾ അന്ന് വരുന്നതിനനുസരിച്ചങ്ങ് നിലപാടെടുക്കും. ഗവൺമെൻറ്റും എടുക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും എടുക്കും. അതിൻ്റെ ഭാഗമായ നിലപാടായിരിക്കും ഇടുക്കിയിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കും ഉള്ളത്. അല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ വരുമ്പോൾ മണിയാശാൻ ഒരു പ്ലക്കാർഡ് പിടിക്കുമോ? അതിപ്പം എനിക്ക് തന്നെ അങ്ങനെ മണിയാശാൻ തന്നെ അങ്ങനെ ചെയ്യുന്ന കാര്യമല്ലല്ലോ. അതൊക്കെ മുന്നണിയും ഗവൺമെൻറ്റും പാർട്ടിയും ഒക്കെ തീരുമാനിക്കുന്നവരൊക്കെ ചെയ്യും. ഈ മണിയാശാൻ, ഈ ഭൂപതിവ് ചട്ടം ഐകകണ്ഠേന നിയമസഭ പാസാക്കി ഗവർണർക്ക് അയക്കുന്നു. ഗവർണർ അത് ഒപ്പിടേണ്ടതാണ്, അത് ശരിയാണ്. പക്ഷേ ഗവർണർ പറയുന്നത് ആ നിയമവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണമൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടാകാം ഒപ്പിടൽ എന്നാണ്. അപ്പോൾ ഗവർണർക്ക് ഒരുപാട് പരാതികൾ ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഒപ്പിടാതിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവർണർ ഇവിടുന്ന് ആരേലും എന്തേലും ചുമ്മാതെ വെടിക്കെട്ട് പോലെ വാണം വിടുന്ന പോലെ പരാതി കൊടുത്തു എന്നും പറഞ്ഞ് നിയമസഭ പാസാക്കുന്ന പ്രമേയത്തിൽ അഥവാ ബില്ല് ഒപ്പിടാതിരിക്കുന്നത് ശുദ്ധ മര്യാദകേടും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. അയാൾക്ക് വീടില്ലാത്തതുകൊണ്ട് അയാൾ ഇങ്ങനെ പറയുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. മണിയാശാൻ ഒരു വാക്കുപയോഗിച്ചിരുന്നു, പേറാൻ നോക്കണ്ട എന്ന് പറയുന്നതിനോടൊപ്പം ഒരു വാക്കുപയോഗിച്ചു. ആ വാക്കിൽ ഇപ്പോഴും മണിയാശാൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ വാക്കല്ലാതെ നിങ്ങൾ പറ. ഞാനങ്ങനെ പലതും പറയുന്നുണ്ട്. ഓർക്കുന്നില്ലല്ലേ? നാറിയെ പേറിയാൽ. അതെ, അത് പറഞ്ഞോ, നിങ്ങൾ പറ, എന്നിട്ട് ഞാൻ ശരിയാണോ ഇല്ലെന്ന് പറയാം. അല്ല, ഇപ്പോ അണിയാശാൻ പറഞ്ഞ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാ ഞാൻ. ഹലോ, ഏത് ഇപ്പൊ മണിയാശാൻ പറഞ്ഞ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്? നാറിയെ പേറിയാൽ. അതെ അതെ. ആ ഏത് വാക്ക്? അത് തന്നെ ഞാൻ പറഞ്ഞ വാക്കുകളിലെല്ലാം ഉറച്ചു നിൽക്കുക. അത് തന്നെ. ഈ ഉറച്ചു നിൽക്കുന്ന വാക്കുകളെ മണിയാശാൻ പറയാറുള്ളൂ. പുള്ളി ഇവിടെ വന്ന് നമ്മളെ ഇല്ലെന്നേ. പക്ഷേ ഒരു കാര്യം തന്നെ, ഗവർണർ അദ്ദേഹം നമ്മുടെ ചെലവിൽ രാജ്ഭവനിലിരുന്ന് സുഖിച്ചു വാഴുകയാണ്. അദ്ദേഹം ആർക്ക് വേണ്ടിയാ? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പാസ്സാക്കുന്ന നിയമവും ബില്ലും ഒപ്പിട്ടില്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. യഥാർത്ഥത്തിൽ അതിന് ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങൾ രാജഭവൻ വളയേണ്ടതാണ്. അതാണ് എനിക്ക് തോന്നുന്നതാ. ഈ നമ്മുടെ അവരുടെ എന്നൊക്കെ ഉണ്ടോ? നമ്മള് ഇന്ത്യയുടെ ഭാഗമാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഒരു പ്രതിനിധിയാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ ഭരണഘടനാടിസ്ഥാനത്തിലുള്ള ഗവർണർ പദവി അംഗീകരിക്കേണ്ടതല്ലേ?
അക്കാര്യത്തിൽ പാർട്ടി എന്നുള്ള നിലയിൽ CPM ഗവർണർ പദവി ആവശ്യമുണ്ടോ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ടാകാമായിരിക്കും. പക്ഷേ ആത്യന്തികമായി CPM ഭരണഘടന അംഗീകരിക്കുന്ന പാർട്ടിയാണല്ലോ. അത് ഭരണഘടന അംഗീകരിക്കുന്നില്ലെന്ന് പാർട്ടി പറഞ്ഞില്ലല്ലോ. ഗവർണറെ ആ സ്ഥാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഗവർണറോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ചട്ടുകമായി ഗവർണർ മാറാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റുകൾ, നിയമസഭയും. അത് പാസ്സാക്കുന്ന ബില്ല് നടപ്പിലാക്കാൻ അദ്ദേഹം ഒപ്പിടണം. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ചട്ടുകമായി മാറുന്നു ഗവർണർമാർ എന്നാണ് ഞങ്ങളുടെ പരാതി. മുഹമ്മദ് ഖാൻ ആ പണിയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് ഞങ്ങളുടെ വിമർശനം. അല്ല മണിയാശാൻ, ഇപ്പം നിങ്ങൾ അവിടെ ഒരു വലിയ സമരം നടത്തിയല്ലോ, ഈ വലിയൊരു ഹർത്താൽ നടത്തിയല്ലോ അല്ലേ? ഗവർണർ വരുന്ന സമയത്ത് ഒരു വലിയ ഹർത്താൽ നടത്തി, അതേ സമയത്ത് തന്നെ ഇവിടെ രാജ്ഭവൻ മാർച്ചും നടത്തി. പക്ഷെ നിങ്ങളുടെ ഈ വലിയ സമരത്തെ അതിന് പാരവെച്ചല്ലോ കേരള പോലീസ്. അന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. അതോടുകൂടി വാർത്താ പ്രാധാന്യം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനായി. ഇടുക്കിയിലെ ജനങ്ങൾ ഒന്നടങ്കം നിന്ന് നടത്തിയ ആ പ്രതിഷേധ പരിപാടി, ഹർത്താൽ അത്ര പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തു. അതൊരു വീഴ്ചയായി പോയില്ലേ? പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായൊരു വീഴ്ചയായി പോയില്ലേ? അതൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും കുഴപ്പം കാണിച്ച് അയാളെ അറസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ ഹർത്താലുമായി എന്ത് ബന്ധം? കടലും കടലാടിയും പോലുള്ള ബന്ധമല്ലേ ഉള്ളൂ, ഒരു കാര്യവുമില്ല. രാഹുൽ മാങ്കൂട്ടം എന്തായാലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തായിരിക്കും. അത് അദ്ദേഹവും നിയമവും കോടതിയായിട്ട് തീർക്കട്ടെ. ഞങ്ങളുടെ ഹർത്താൽ തന്നെയാണ്. ഞങ്ങളുടെ ഹർത്താൽ മോശമാക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള നിങ്ങളുടെ വീക്ഷണത്തിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളുടെ ഹർത്താൽ തികച്ചും ന്യായമാണ്. മണിയാശാൻ, ഈ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ ഒരുപക്ഷെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയാത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെലിവിഷനിൽ പറയാൻ കഴിയാത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിയാണെന്ന് മണിയാശാന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല, പറഞ്ഞു പോയല്ലോ എന്ന് തോന്നാറുണ്ടോ? അങ്ങനൊന്നും തോന്നാറൊന്നുമില്ല. ഞാൻ പറഞ്ഞത് തന്നെ, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. തിരുത്തേണ്ടതുണ്ട്. തിരുത്തുന്ന കാര്യത്തിൽ എനിക്കൊരു മടിയില്ല. മണിയാശാൻ, ഒരുപക്ഷെ ഇടുക്കി കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ അവിടെ മലയോര പ്രദേശങ്ങളിലെ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രസംഗത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ പാർട്ടി തിരുത്താറില്ലേ മണിയാശാൻ? അങ്ങനെ പറയരുത് എന്ന് പറയാറില്ലേ? ഇപ്പോൾ 1, 2, 3 വന്നപ്പോൾ മണിയാശാൻ ജയിലിൽ പോയതാണോ? പാർട്ടി തെറ്റായി പോയെന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടി പറയുന്നത് ഞാൻ അംഗീകരിക്കും. അല്ലാതെ പാർട്ടിക്കകത്ത് തുടരാൻ പറ്റുമോ? അതോ പാർട്ടിയാണോ പ്രോത്സാഹിപ്പിക്കുന്ന മണിയാശാൻ? ഇപ്പൊ 1, 2, 3 പ്രസംഗം ഇല്ലല്ല 1, 2, 3 അല്ല. ഞാൻ ജയിലിൽ പോയ കാര്യമൊക്കെ നിങ്ങളും അന്നത്തെ ഉമ്മൻചാണ്ടിയും ഭരിക്കുന്നവരും എല്ലാം കൂടിയുള്ള കൂട്ടുകച്ചവടമാണ്. ആ കേസൊക്കെ എന്ത് ചെയ്യും? ഇപ്പം ജയിലിൽ പോയി അറസ്റ്റ് ചെയ്തു, കേസ് എല്ലാം കോടതി റദ്ദാക്കി നിയമവിരുദ്ധമായി എന്നെ പീഡിപ്പിക്കുക ചെയ്തത്. അതേപ്പറ്റിയൊന്നും നിങ്ങൾ ചാനലുകൾ, ഇവിടുത്തെ ഭരണക്കാരുടെ ആസനം പേറുന്ന ചാനലുകാരൊന്നും അതൊക്കെ പ്രതികരിച്ചില്ല. എൻ്റെ പേരിലെടുത്ത കേസൊക്കെ എന്താണെന്നുള്ളതിനെ പറ്റി നിങ്ങൾ ന്യായമായൊന്ന് പറയേണ്ടതായിരുന്നല്ലോ. ഇല്ലല്ലോ. ഇല്ല, ഞാൻ ചോദിക്കുന്നതേ പാർട്ടി പ്രോത്സാഹിപ്പിക്കുകയാണോ മണിയാശാൻ എന്നാണ്. ഇപ്പോൾ 1, 2, 3 വന്ന സമയത്ത് പാർട്ടി പറഞ്ഞത് മലയോര മേഖലകളിലൊക്കെ തന്നെയും അവിടെയുള്ള ഈ ഭൂവുടമകളെയും ആ പറയുന്ന ജന്മിത്വ സ്വഭാവമുള്ളവരെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി MM മണി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ള അന്നത്തെ ഒരു ഈ മാർഗങ്ങളുണ്ടല്ലോ, അത് ചിലപ്പോൾ ആളുകളെ കൊല്ലുന്ന മാർഗമായിരിക്കും. ആ മാർഗത്തിനെയൊക്കെ സാധൂകരിക്കുകയാണോ യഥാർത്ഥത്തിൽ പാർട്ടി ചെയ്തത്? ഞങ്ങള് കൊല്ലുന്നു എന്നൊന്നും പറഞ്ഞ് പാർട്ടിയൊന്നും ന്യായീകരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയിട്ട് ന്യായീകരിക്കത്തുമില്ല. പിന്നെ ചിലപ്പം ചില സംഭവങ്ങളിലൊക്കെ നടന്നു കാണും. അതിൻ്റെതായ കാര്യവും കാരണങ്ങളും ഒക്കെ കാണുമായിരിക്കും. കോടതിയുണ്ടല്ലോ, അത് അവരൊക്കെ തീരുമാനിക്കട്ടെ. അല്ല മണിയാശാൻ, അങ്ങനെയല്ല. നോക്കൂ, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു വലിയ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി ഈ അക്രമത്തിൻ്റെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വന്നിട്ടില്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ചുമ്മാ അക്രമമൊന്നും നടത്തിയിട്ടൊന്നുമില്ല. പ്രതിരോധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കൊന്നുകൊണ്ട് പ്രതിരോധിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. അപ്പോൾ മണിയാശാൻ കള്ളം പറയാറുണ്ടോ? ഈ 1, 2, 3 പ്രസംഗം പറഞ്ഞത് വെറും കളവായിരുന്നോ?
ആ 1, 2, 3 പ്രസംഗം ഞാൻ അവിടെ പ്രസംഗിച്ചു എന്ന് പറയുന്നതൊക്കെ ശരിയാ. പിന്നെ ഈ 1, 2, 3 എന്നൊക്കെ പറയുന്നത് നിങ്ങളുണ്ടാക്കിയതാ, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. ചുമ്മാ ഓക്കെ. അല്ലല്ല, ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഈ സഭയിൽ കെ രമയ്ക്കെതിരെ നടത്തിയ ഒരു പ്രതികരണം ഉണ്ടല്ലോ, അത് പിന്നീട് എപ്പോഴെങ്കിലും അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയോ? ആ ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വേറൊന്നും അവരോട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ മഹദിയിൽ നിന്നാണ് സംബോധന ചെയ്തത് തന്നെ. അല്ല, മഹദി വിധവയായി പോയി, അത് അവരുടെ വിധി എന്ന് പറയുമ്പോൾ ആ വിധി ഉണ്ടാക്കിയതാണല്ലോ. അത് സത്യം. അവര് വിധി അവര് വിധവയായി പോയി എന്നുള്ളത് സത്യമല്ലേ? ആരാക്കി? ഞാൻ നുണ പറഞ്ഞില്ലല്ലോ. ആരാക്കി എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആരാക്കിയ? അത് നിങ്ങളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊന്നും ആക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും അതിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. പാർട്ടി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കൊന്നും ഒരു പങ്കുമില്ല. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പങ്ക് കാണുമായിരിക്കും, നിങ്ങളെപ്പോലുള്ളവർക്ക്. ഞങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. മണിയാശാനി, പിന്നെ കിഴക്കൻ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ ഭൂവുടമകളുമായിട്ടുള്ള തർക്കങ്ങൾ, അക്കാര്യത്തിലൊക്കെ വലിയ പോരാട്ടം നടത്തിയ ചരിത്രമാണ് മണിയാശാനുള്ളത്. ആ രീതിയിലാണ് കേരളം മണിയാശാനെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, മണിയാശാൻ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ചില സവിശേഷ പ്രയോഗങ്ങളിലൂടെയാണ്. ആ പ്രയോഗം വിവാദമാകുന്നു, അതിൻ്റെ തുടർച്ചയായി വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നു. അങ്ങനെയൊന്നും അറിയപ്പെടേണ്ട ഒരാളല്ല മണിയാശാൻ. അപ്പോൾ മണിയാശാന് വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. അത് പാർട്ടിക്ക് അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ഇപ്പോൾ മണിയാശാൻ അക്കാര്യത്തിൽ സ്വയം ഒരു നിയന്ത്രണം പാലിച്ചാൽ മണിയാശാൻ വേറൊരു രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നേതാവല്ലേ കേരളത്തിൽ? എന്നെ ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ അത് പക്ഷേ മണിയാശാന്റെ ചില പ്രയോഗങ്ങളാണ്. കുനിപ്പ് നിങ്ങൾ ചുമ്മാ ഇല്ലാത്ത കുനിപ്പ് പറഞ്ഞ് എന്നെ വെട്ടിലാക്കാൻ വേണ്ടി നോക്കുക. എന്നെ ഇപ്പോഴും കേരളം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ എല്ലാ ജനവും എന്നെ അംഗീകരിച്ചോണ്ടൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റെന്ന് തോന്നുന്ന അത് തിരുത്തുന്നതിലും എനിക്ക് യാതൊരു മടിയില്ല. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ കാര്യത്തിൽ തുറന്ന മനസ്സാണ് എനിക്കുള്ളത്. പക്ഷെ മണിയാശാനെ രണ്ടാമത് മന്ത്രിയാക്കാതിരുന്നത് മോശമായിപ്പോയി. അതൊന്നും ജീവിതകാലം മുഴുവൻ മന്ത്രിയാക്കാൻ പറ്റുമോ? ഈ ഇടുക്കി ജില്ലയിൽ നിന്ന് പ്രവർത്തിച്ചു ചെന്ന് സാധാരണക്കാരനായ ഞാൻ പാർട്ടിയിൽ 10-27 വർഷം ജില്ലാ സെക്രട്ടറിയായി. പിന്നെ ദീർഘനാൾ അതിന് മുമ്പ് താലൂക്ക് സെക്രട്ടറി, ഒരുപിടി ജോലികൾ ചെയ്തു. MLA, മന്ത്രിയാക്കി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യമല്ല. വലിയ പ്രവർത്തനമൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോഴും ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള ഞാൻ വായിച്ചും പഠിച്ചും പ്രവർത്തിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എന്നെ ധീരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അല്ലാതെ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ലാതെ എന്നെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാക്കിയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? 1. 2, മന്ത്രിയാക്കിയിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച വകുപ്പും ചുമതലയും നല്ല ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതാണ്. അതിന് വ്യത്യസ്തമായി ഒരു നിലപാടും പാർട്ടിക്കില്ല. 2024, അതായത് ഈ വർഷം മണിയാശാനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ മന്ത്രിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്രാവശ്യം അവിടെ നിന്നൊരു MP വേണ്ടേ? അപ്പം കോൺഗ്രസ് ഏറ്റവും ഉറപ്പിച്ചു വച്ചിരിക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് ഇടുക്കി. മണിയാശാൻ്റെ ജില്ലയാണ്. മണിയാശാൻ്റെ പ്ലാൻ എന്താണ്? അവിടെ നിന്ന് ഒരാളെ ജയിപ്പിച്ചെടുക്കണ്ടേ ഇടതുപക്ഷത്തിന്? അത് നമ്മൾ നോക്കും. തെരഞ്ഞെടുപ്പ് വരട്ടെ, അന്നേരത്തെ സാഹചര്യം അനുസരിച്ചല്ലേ നമ്മുടെ നിലപാടുകൾ. തെരഞ്ഞെടുപ്പിന് എത്തി 2 മാസമേ ഉള്ളൂ. എങ്ങനെ അതെല്ലാം വരുന്നല്ലേ ഉള്ളൂ. വരുമ്പോൾ നമ്മൾ 2 മാസത്തിനുള്ളിൽ നമ്മൾ ഇനി അത് തിരിച്ചു പിടിക്കാമെന്ന് നമ്മൾ നോക്കും. നമ്മൾ ചെയ്യാവുന്ന ഫൈറ്റ് മുഴുവൻ നടത്തും. മണിയാശാന്റെ മനസ്സിലൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ്? ഇല്ല, ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ല. അതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമല്ലേ. എൻ്റെ മനസ്സിൽ തോന്നിയുകൊണ്ട് മാത്രം കാര്യമില്ല. അതൊക്കെ പാർട്ടി കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, പാർലമെൻറ്റ് സീറ്റ് ആകുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയും സെൻട്രൽ കമ്മിറ്റിയും വരെ യുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് തീരുമാനം. കുറച്ച് പിന്നോട്ട് പോയാൽ മണിയാശാൻ വലിയൊരു VS അച്യുതാനന്ദൻ്റെ സഹയാത്രികനായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് മണിയാശാൻ ഈ VS-ഉമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്നത്? മണിയാശാന് അതൊക്കെ ഓർത്തെടുക്കാനുള്ള സമയമായില്ലേ? അങ്ങനെ
അങ്ങനെ ഒന്നും ആത്യന്തികമായി അങ്ങനെ ഒന്നും ഒരകൽച്ചയില്ല. നിങ്ങൾ ചുമ്മാ ഗുണമെന്ന് അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. EMSനോട് അങ്ങേയറ്റം ആരാധനയാണ്. കാർൽ മാർക്സ് വലിയ ആരാധനയാണ്. AKG വലിയ ആരാധനയാണ്. VSനോട് അങ്ങേയറ്റം ആരാധനയാണ്. നായനാരോട് വലിയ ആരാധനയാണ്. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരോടും ആരാധനയും സ്നേഹവും ബഹുമാനവുമാണുള്ളത്. പിന്നെ നിങ്ങൾ ഇനിയിപ്പം BS പക്ഷം മറ്റേ പക്ഷം മറിച്ച പക്ഷം അത് നിങ്ങളുടെ ഒരു പ്രയോഗമാണ്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യവുമില്ല. അല്ല, VSന്റെ ഒരു അടുത്ത ലെഫ്റ്റനന്റ് ആയിരുന്നു മണിയാശാൻ. പിന്നീട് പിണറായി പക്ഷത്തേക്ക് മാറി. നിങ്ങൾ ചുമ്മാ ലെഫ്റ്റനന്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും VS അച്യുതാനന്ദനും EK നായനാരും EMS നമ്പൂതിരിപ്പാടും ഇപ്പം ഉള്ള ഗോവിന്ദും മാസും എല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അവരോട് എല്ലാവരോടും എനിക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അവരുടെ എല്ലാം കീഴിൽ അവരുടെയും കൂടെ കീഴ്ഘടകത്തിലെ പ്രവർത്തകൻ എന്ന നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ്. ഈ ശത്രുക്കൾ പറയുന്നത് മണിയാശാന്റെ സഹോദരനെ തൊട്ടപ്പോഴാണ് മണിയാശാൻ VS പക്ഷത്ത് നിന്ന് പിണറായി പക്ഷത്തേക്ക് മാറിയെന്നാണ്. അത് നിങ്ങളുടെ ഒരുമാതിരി തോന്നിയാസം പറച്ചില്ല. അതിന് ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ മറ്റുള്ളവർ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാനത് പറയുന്നില്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ, അനർഘ നിർഗളം ഒഴുകി വരുന്ന ആ ഭാഷയിൽ നിന്ന് എന്ത് പദപ്രയോഗമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു സംശയം ചോദിക്കട്ടെ, താങ്കളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എന്തായിരിക്കും മറുപടി? കാരണം എപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന സ്ത്രീകളാകട്ടെ, രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളാകട്ടെ, എതിർ ചേരിയിലാണെങ്കിൽ താങ്കളുടെ പ്രയോഗങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. പാർട്ടി ആ കാര്യത്തിലൊക്കെ എടുക്കുന്ന ചില ശ്രദ്ധയുണ്ട്. പക്ഷേ താങ്കൾ അതിൽ വിരുദ്ധനാണ്. നിങ്ങളൊരു സ്ത്രീയാണെന്ന് പറയുന്നത് തന്നെ അപമാനമാണ്. കാരണം നിങ്ങൾ ആ പറയുന്നത് തന്നെ സംബന്ധമാണ്. എനിക്കാണ് 5 പെൺമക്കളാ. 5 പെൺമക്കളാണ് എനിക്ക്. 5 പെൺകുട്ടികളേ ഉള്ളൂ, ആൺകുട്ടികളില്ല. അപ്പം ഞാൻ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞാൽ അതിപ്പോ ശുദ്ധ അസംബന്ധം. പിന്നെ എന്നതാ പറയാനുള്ളത്? ഒരു കാര്യം കൂടി. നിർത്തിയോ? ഇല്ല ശ്രീ എം എം മണി, അങ്ങയുടെ ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ സൂര്യൻ, കഴുകൻ, അങ്ങനെ കുറെ വിശേഷണങ്ങളൊക്കെ വന്നല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന് വെച്ചുകൊണ്ട് പാട്ടുകൾ വരുന്നു. ഈ വ്യക്തിപൂജയൊക്കെ പാർട്ടിയുടെ ഒരു നയത്തിന് വിരുദ്ധമല്ലേ? ഈ സൂര്യനോടൊക്കെയുള്ള അങ്ങയുടെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എനിക്കങ്ങനെ ഒരു വ്യക്തികളും പ്രത്യേക പൂജയില്ല. എല്ലാവരോടും ബഹുമാനവും ആദരവാണ്. പിണറായി വിജയനോട് ആദരവും ബഹുമാനവും ഉണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. EMSനോടും നായനാരോടും VSനോടും ഞങ്ങളുടെ പാർട്ടി എല്ലാ നേതാക്കന്മാരോടും ആരാധനയും സ്നേഹവും ബഹുമാനവും ഉള്ള ആളാണ്. അന്നും അത് ഇന്നും അത്. അല്ല, സുജിയോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് മണിയാശാൻ, ഈ വ്യക്തിപൂജ പാർട്ടിക്കുള്ളിൽ വരുന്നു എന്ന് പറയുന്നത് പാർട്ടിയുടെ അപജയമല്ലേ? പാർട്ടിക്കകത്ത് വ്യക്തിപൂജ വരുന്നു എന്ന് ആരാ പറഞ്ഞാൽ? ഞങ്ങൾ പാർട്ടി പറഞ്ഞോ? നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും തോന്നുന്നതല്ല പറയുന്നതെല്ലാം മെഴുകാൻ നടക്കാം. ഞാൻ പാർട്ടിക്കകത്ത് വ്യക്തിപൂജയുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ലല്ലോ. ഇതുവരെ വിലയിരുത്തി അങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തിട്ടേ ഇല്ല. ഇല്ലാത്തതൊക്കെ പിന്നെ നിങ്ങൾ കെട്ടിച്ചമച്ച എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് ഞാൻ അനാവശ്യമായ ഉത്തരവും പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നത്തിലേക്ക് പോകാനേ സഹായിക്കൂ. അതൊന്നും പാർട്ടി വിലയിരുത്തിയിട്ടില്ല വ്യക്തിപൂജ എന്നൊന്നും പറഞ്ഞു. അല്ല, അക്കാര്യത്തിൽ പാർട്ടി തന്നെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളൊക്കെ തിരുത്തൽ വേണമെന്ന് പ്രമേയം പാസാക്കിയാണ് മണിയാശാൻ. നമ്മളുണ്ടാക്കുന്ന കഥയല്ലാതെ. ഈ കാര്യം വ്യക്തിപൂജയുടെ കാര്യമൊന്നുമില്ല. പാർട്ടിക്കകത്തെ സംഘടനാപരമായ കാര്യം, രാഷ്ട്രീയമായ കാര്യം, സംഘടനാപരവും പ്രത്യയശാസ്ത്രവുമായ പ്രശ്നം, അതിൽ വരുന്ന വ്യതിചലനം, ഇതെല്ലാം ഓരോ ഘട്ടത്തിലും പാർട്ടി ചർച്ച ചെയ്യുന്നതാണ്. അത് പുതിയ കാര്യമല്ല. പണ്ടു മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തുണ്ടായ നാൾ മുതൽ സ്വീകരിക്കുന്നതാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായ നാൾ മുതൽ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് അത്. അതിപ്പോഴും ശരി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പാലക്കാട് ഒരു പ്ലീനം തന്നെ ചേരേണ്ടി വരുന്ന ഒരു സാഹചര്യം CPMന്റെ മുമ്പിലുണ്ട്. ഇവിടെ പിണറായി വിജയൻ ഒരു ദൈവമായി അവതരിപ്പിക്കുകയാണോ? സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു, ഈ പറയുന്ന വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നു, ദൈവത്തിന്റെ വരദാനം എന്ന് പറയുന്നു. ഇതൊക്കെ മന്ത്രിമാരുടെയും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മണിയാശാൻ ആശങ്കപ്പെടുത്തേണ്ടതല്ലേ? ഇല്ലല്ലേ? നിങ്ങളൊരു കാര്യമാണ്.
അങ്ങനൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ല, പാർട്ടി പറയാറില്ല, ഉത്തരവാദിത്തമുള്ള പാർട്ടി നേതാക്കന്മാർ പറയാറില്ല, അങ്ങനെയൊന്നും പറയുകയില്ല. പിന്നെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് അതിനെല്ലാം ഉത്തരം പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. മന്ത്രിമാർ തന്നെ പറഞ്ഞു. മനസ്സിലായില്ലേ? മണിയാശാൻ മന്ത്രിമാർ തന്നെ പറഞ്ഞു. പിണറായി വിജയൻ സൂര്യനാണെന്നൊന്നും പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത്. എനിക്കില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ PB മെമ്പറാണ്, പാർട്ടിയുടെ PB മെമ്പറാണ്, നേതാക്കന്മാരാണ്. അത് അദ്ദേഹത്തിനോട് പോയി നിങ്ങൾ ചോദിച്ചു, എന്നോട് എന്താ? അതെ, കറക്റ്റ്. അപ്പോൾ മണിയാശൻ പറയുന്നു സൂര്യനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, ദൈവത്തിന്റെ വരദാനാണെന്നും അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. ഇല്ലില്ല, ഞാൻ നിരീശ്വരവാദിയാ, പിന്നെ ആ ദൈവത്തെ കൊണ്ട് ഞാൻ എങ്ങനെ പറയാനാ? ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, നിരീശ്വരവാദിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെയും ഭാഗത്ത് നിന്ന് പരാമർശമായി വരുന്നത്? അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ മണിയാശൻ അത് അവരെ കൊണ്ട് തിരുത്തിക്കണ്ടേ? ഞാൻ അവരെ തിരുത്താൻ ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിപ്പം. നേരത്തെ സെക്രട്ടേറിയറ്റ് മെമ്പറായി ദീർഘനാൾ പ്രവർത്തിച്ചു, ഇപ്പോൾ ക്ഷണിതാവാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെയും കമ്മിറ്റിയുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഏത് കാര്യവും ഏത് നേതാവിനെ പറ്റിയും ഞാൻ എൻ്റെ ഘടകത്തിൽ പറയും. പറയേണ്ട വേദികളിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നേ വരെ പാർട്ടി കൂടിയ നാൾ മുതൽ പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യും. ഇത് മണിയാശൻ്റെ ഒരു വിമർശനമാണോ? അതായത് സൂര്യൻ എന്ന് വിളിച്ചത്, അതുപോലെ തന്നെ ദൈവത്തിന്റെ വരദാനം എന്ന് വിളിച്ചത്? അതൊക്കെ ആരേലും ഇല്ലെന്നേ, ആരേലും എന്തായാലും വല്ല വിവരക്കേടും പറയുന്നതല്ല, അതിൻ്റെ പുറകെ പോക്ക എൻ്റെ ജോലി. ഓക്കെ, നമുക്ക് ഇത്രയും സമയം സംസാരിക്കാൻ. ഓക്കെ, മലയോര മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. മണിയാശൻ്റെ ഒരു പാർലമെൻ്ററി പാർട്ടി ജീവിതമൊക്കെ ഈ ഒരു ടേമോടുകൂടി അവസാനിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. CPM-ൻ്റെ ഭരണഘടന CPM-ൻ്റെ തീരുമാനം അനുസരിച്ച് ഇപ്പോൾ 2 വട്ടമാണല്ലോ MLA ആക്കുന്നത് മണിയാശൻ ഒരു തൃപ്തികരമായ രീതിയിലാണോ? മണിയാശനൊരു ആ നിലയിലുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? പാർട്ടിയെ ആ നിലയിൽ വളർത്താൻ സാധിച്ചോ? അങ്ങനെ ഞാൻ പാർട്ടി ബ്രാഞ്ചിൽ വന്നതു മുതൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ദീർഘവർഷം പ്രവർത്തിച്ചതുവരെ സംസ്ഥാന കമ്മിറ്റിയിൽ 1985 മുതൽ പ്രവർത്തിക്കുന്ന ഞാൻ തികച്ച സംതൃപ്തനാണ്. ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരാടി കണ്ടേ അപ്പോഴപ്പം പറയുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തികച്ച സംതൃപ്തിയുണ്ട്. പാർട്ടിക്ക് പൊതുവെ രാജ്യത്ത് എന്തെങ്കിലും അപജയം വന്നാൽ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും പാർട്ടി കോൺഗ്രസും അതെല്ലാം തിരുത്തും, എന്നിട്ട് ശരിയായ നിശയിൽ പോകും എന്നും പാർട്ടിയുടെ നിലപാടതാണ്. എനിക്ക് തോന്നുന്ന വിമർശനം ആരെപ്പറ്റിയാണേലും ഞാൻ പറയേണ്ട വേദിയിൽ കൃത്യമായി പറയുകയും ചെയ്യും, പറഞ്ഞിട്ടുമുണ്ട്. MM മണി CPM-ൻ്റെ ഇടുക്കിയിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള തന്നെ ഏറ്റവും പ്രമുഖനായ നേതാവ്. നേരത്തെ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ദീർഘകാലം. 85 മുതൽ CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. മുൻ വൈദ്യുതി മന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹം MLA ആണ്. 2 വട്ടം മന്ത്രിസ്ഥാനം തുടർച്ചയായി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ MLA ആയി തുടരുന്നു. വളരെ നന്ദി മണിയാശൻ, നമ്മളോട് ഈ സമയത്ത് ഇത്രയും വാക്കുകൾ പറയാൻ തയ്യാറായതിന്. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനിയും കാണാം. അതെ, ഇനിയും കാണാം. മണിയാശനെ കുറിച്ച് 2 അഭിപ്രായമുണ്ട് അല്ലേ? അത് 2 അഭിപ്രായമുണ്ട്. മണിയാശനെ കുറിച്ച് തീർച്ചയായിട്ടും 2 അഭിപ്രായമുണ്ട്. ഒന്ന് മോശമാണെന്നൊരു അഭിപ്രായമുണ്ട്. അല്ല എന്ന് വെച്ചാൽ പദപ്രയോഗങ്ങൾ ശരിയല്ല, അനൗചിത്യമുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ മണിയാശൻ എല്ലാ കാലഘട്ടത്തിലുള്ള അഭിമുഖങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കുകയും പാർട്ടി അത് ഒരു ഘട്ടം വരെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മണിയാശൻ ഒരു പോരാട്ട ചരിത്രമുണ്ട്. നിഷേധിക്കാൻ കഴിയാത്തൊരു പോരാട്ട ചരിത്രം ഉള്ള നേതാവാണ് മണിയാശൻ എന്ന കാര്യത്തിലൊരു തർക്കവും. മണിയാശൻ നല്ല ഉണ്ണി, അതായത് ആ കാലഘട്ടത്തിലൊക്കെ തന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുക എന്നുള്ളതിനുണ്ടായിട്ടുള്ള പ്രതിരോധം ചില്ലറയല്ലല്ലോ. ഈ പാർട്ടി വളർന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആ കാലഘട്ടത്തിലെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ വലിയ നിലയിൽ പ്രതിരോധം ഉയർത്തിയിട്ടുണ്ട്. മണിയാശൻ അടക്കമുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് തിരിച്ചടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ചും 2 അഭിപ്രായമാകാം. പ്രാദേശികമായ പോരാട്ടങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ആ പ്രതിരോധം അക്രമ മാർഗമായിരിക്കാം. പക്ഷേ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ
ആ കാര്യത്തിൽ അദ്ദേഹം അത് തുടരുന്നു. 4 പെൺമക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലല്ല 5 പെൺമക്കളും 5 പെൺമക്കളുണ്ടെന്ന് പക്ഷെ പറഞ്ഞിട്ട് സ്മൃതി കാര്യമില്ല. പരുത്തിക്കാട് സ്ത്രീ വിരുദ്ധയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ സ്ത്രീ വിരുദ്ധയാണെന്ന വാചകത്തിലാണ് അദ്ദേഹം മറുപടി തുടങ്ങിയത്. ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞു. തകർത്ത് അങ്ങനെയൊന്നും തകരില്ല. അല്ല അതല്ല, ഞാൻ ഈ പറഞ്ഞതിൽ 2 അഭിപ്രായമുണ്ട്. മണിയാസന്റെ കാര്യത്തിനകത്ത് പാർട്ടി അത് ഡിഫെൻഡ് ചെയ്യുന്നു, പാർട്ടിക്ക് പുറത്തുള്ളവർ അത് പാടില്ല എന്ന് പറയുന്നു. സമരം ചെയ്യുന്ന സ്ത്രീകൾ പാർട്ടിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ കെ.കെ. രമയെ പാർട്ടിയുടെ കുറിച്ചൊക്കെ ഭാഗമല്ലെങ്കിൽ, കെ.കെ. രമയെ മാത്രമല്ല അവിടുത്തെ പോരാട്ടം പെമ്പിളെ ഒരുമയെ അവരെ വളരെ മോശമായ രീതിയിലല്ലേ പറഞ്ഞു. നമുക്കിപ്പോ വാർത്തകളിലേക്ക് പോയാലോ? അല്ല, അതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പോയിക്കോളൂ. അതൊന്നും ആരും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, പാർട്ടിക്കൊന്നല്ല ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അപലപനീയമാണ് അല്ലേ. പിന്നെ അതേസമയം മണിയാസന്റെ പോരാട്ടം എന്ന് പറയുന്നത് ആ സമരത്തെ അംഗീകരിച്ചേ മുന്നോട്ട് പോകാൻ, ഒരു മാസ് ലീഡറായി അവിടെ ഇടുക്കി എന്ന് അന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയെ ഇന്നത്തെ ഇടുക്കിയാക്കി മാറ്റുന്നതിന് മണിയാസനെ പോലുള്ളവരുടെ റോള് വളരെ പ്രധാനപ്പെട്ടതുമാണ്.